ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സേമിയ ഉണ്ടാക്കുന്നത്. മിൽക്ക് മെയ്ഡ് വെച്ച് നമ്മളൊരു ട്രോഫി ഉണ്ടാക്കിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേമിയ വേണം. ഞാനിപ്പോൾ ഇതാ സേമിയം കുറച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും സേമിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ചൂടായി ഞാനത് മാറ്റിയിനി ആ പാനിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കാരമലൈറ്റ് ചെയ്യാം. കുറച്ച് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ അതൊന്ന് വെക്കാം. പാന് ചൂടായതിന് ശേഷം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇട്ടതിന് ശേഷം നമുക്കെല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ചെറിയ തീയിൽ നമുക്കിത് വെച്ച് കുറച്ച് ടൈം എടുത്ത് തന്നെ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ പഞ്ചസാര മെൽട്ടായിന് നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിന് ഇനി മിൽക്ക് മെയ്ഡ് ഒഴിച്ച ഉടനെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് തന്നെ വെക്കണം. നമ്മളിതാ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അധികം ഇട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോൾ അത് കരിഞ്ഞു പോവും, കയ്പ്പിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഞാൻ 2 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ആ 2 ലിറ്റർ പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഈ പഞ്ചസാരയുള്ള കാരമൽ മറ്റേ കട്ട പോലെ ഉണ്ടാവും, പക്ഷെ അത് പാലൊന്ന് ചൂടാകുമ്പോൾ അത് മെൽട്ടായിക്കോളും. അങ്ങനെ നമ്മളിതാ ഫുൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇളക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ വെള്ള കളറിലാണ് ഉണ്ടാകാൻ, പക്ഷേ നമ്മളെ കാരമൽ ചെയ്തതൊക്കെ പാലിൻ്റെ ചൂട് കൊണ്ട് അലിയുമ്പോൾ ഇതിൻ്റെ കളറ് ഒരു ലൈറ്റ് യെലോഷ് കളർ വരും. അപ്പോൾ ഇത് പാലെല്ലാം തിളച്ചിടുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പിന്നീട് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 2-3 ഏലക്കായ് ഒന്ന് കുത്തിയിട്ട് തോല് പൊളിച്ചിട്ടൊന്ന് കുത്തിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സേമിയയിൽ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്, പാലൊക്കെ ഒന്ന് കുറുകിയും വരുന്നുണ്ട്. അപ്പോൾ അത് അവിടുന്ന് ചെറിയ രീതിയിൽ നല്ല രീതിയിലൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റട്ടെ. അതിന് ശേഷം മധുരം കുറച്ച് പോരായിട്ട് ഞാൻ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് നേരത്തെ വെച്ചതിൻ്റെ ബാക്കി മിൽക്ക് മെയ്ഡ് ഫുള്ളും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. അപ്പോൾ ഇത് നമ്മളെ പായസം ഏകദേശം റെഡിയായി. നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്
അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ടൊന്ന് വറുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പായസമെല്ലാം ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. നല്ല യെല്ലോ കളറായതിന് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ കോഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ്.